ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ അതാ ഞായറാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അവിടെയുള്ള ഡിമാർട്ടിലാണ് പോയത്. ഒരു വലിയൊരു കടയാണ് ഡിമാർട്ട്, നമ്മളെ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങിയിട്ട് ആദ്യം തന്നെ ഐസ്ക്രീമാണ് കഴിച്ചത്. അതാ ഏട്ടനൊരു മിക്സഡ് ഐസ്ക്രീമും ഞാൻ പിന്നെ ഇതുമാണ് വാങ്ങിയത്. അങ്ങനെതാ എനിക്ക് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഏട്ടനത് തുറന്നിരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെതാ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഉള്ളോട്ടേക്ക് പോവാണ്. ഓരോ മാസത്തേക്കുള്ള സാധനങ്ങൾ അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ സാധാരണ വാങ്ങാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു മാസത്തേക്കുള്ള ഫുള്ള് സാധനങ്ങൾ ഇപ്പോൾ ഒരുമിച്ചാണ് വാങ്ങാറുള്ളത്. അങ്ങനെതാ അതിൻ്റെ ഉള്ളിലെത്തിയപ്പം ഫോണൊന്നും എടുക്കേണ്ട കാര്യമൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ. നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഇറങ്ങാൻ തോന്നില്ല, അതാണ് അവസ്ഥ. അങ്ങനെതാ ഞാൻ വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ മറന്നുപോയി. പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് വന്നു. പിന്നെ വീട്ടിലെത്തി. അതാ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഏട്ടന് അപ്പം തന്നെ വെള്ളമൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് സ്പെഷ്യലൊന്നുമില്ല. ഇന്ന് നമ്മൾ വരുമ്പം ചിക്കൻ വാങ്ങി. പിന്നെ മട്ടൻ കറി ഉണ്ടായിരുന്നു, നമുക്ക് ചേച്ചി തന്നിട്ടുള്ള മട്ടൻ കറി ഉണ്ടായിരുന്നു. അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഞാൻ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഒരു സിനിമയൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഓൺ വോയിസ് കൊടുത്തതായിരുന്നു, പക്ഷേ പുറത്തുനിന്ന് എന്തോ സൗണ്ട് ഉണ്ടായിട്ട് അത് ക്ലിയർ അല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ സൗണ്ട് മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതാ കേക്ക്, ലേസ്, പിന്നെന്താണ് ഡേറ്റ്സിൻ്റെ പാത്രം ഞാൻ ലക്ഷ്യമിട്ടതാണ്, അതാ കാണിച്ചത്. പിന്നെ മിൽക്ക് മെയ്ഡ്, കടല, ചെറുപയർ, പിന്നെ മാഗി ഞങ്ങൾ സാധാരണ കഴിക്കാറില്ല, പിന്നെ വല്ലപ്പോഴും വേണമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെന്താണ് നമ്മളെ ഇത് കണ്ടില്ലേ, ചന്ദനത്തിരീൻ്റെ ഇവിടെ അതില്ലായിരുന്നു, ഞങ്ങൾക്ക് വീട്ടിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ നല്ല യൂസ്ഫുൾ ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അങ്ങനെതാ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മളിതാ പുതിയ കേക്ക് കൂട്ടിയിട്ട് ചായ കുടിക്കാൻ പോവാണ്. തുറന്നാണി. കട്ടനാണ്. ഏട്ടൻ കട്ടൻ ചായ ലവർ ആയതുകൊണ്ട് കട്ടനാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? 5 മണി ആവാനായി. 5:30 ഏട്ടനെ പോകണം. അതിന് മുമ്പ് നമ്മൾ ചായ കുടിക്കുകയാണ്. എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവുക എന്തോ. ഇതാണ് ഇതിൻ്റെ പാക്കിങ്. തൊട്ടിൽ എന്തൊക്കെയുണ്ട് എഴുതിയത്. വെളിച്ചെല്ലാം തോന്നി. ഇതാ കണ്ടോ, നല്ല വെയിലാണ് ഗ്രൗണ്ടിലൊക്കെ. നല്ല വെയില, ഗ്രില്ലുള്ളതുണ്ട്. കൊതുക് കയറാതിരിക്കാൻ ഗ്രില്ല് കണ്ടോ, നല്ല വെയില. സൗണ്ട്. ഇതാ കേക്ക്, ഇതാ ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് പറ. അത് സാരില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും തിന്നിട്ടെ. കൊള്ളാം. അതിൻ്റെ ചൊയ എന്താട്ടാ? ഓറഞ്ചിൻ്റെ ചൊയ. പിന്നെ ഇതൊക്കെ ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉള്ള സാധാ കേക്ക്, അത്രയും. അപ്പം നമ്മൾ ചായ കുടിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കണം, വിളക്കെത്തിക്കണം, പുറത്ത് നടക്കാൻ പോകണം. അപ്പോഴേക്ക് രാത്രിയാവും. നമുക്ക് കാണാം കേട്ടോ, എന്നിട്ട് കാണാം. അങ്ങനെ അതാ വൈകുന്നേരമായി. പക്ഷേ പുറത്ത് കണ്ടാൽ വൈകുന്നേരം പോലെ നമുക്ക് തോന്നില്ല, അതാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ അതാ സമയം 6 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളക്കെത്തിക്കാൻ പോവുകയാണ്. കണ്ട എപ്പോഴും വെയിലല്ലേ,
അങ്ങനെ ഇരുടാവില്ല ഇവിടെ, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇരുടാവില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിന്നാലും 6-7 മണിയായി ഉണ്ടാവും. അപ്പോഴും വെളിച്ചം അതേപോലെ തന്നെ ഉണ്ടാവും അധികം. അങ്ങനെ അതാ വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് തൊഴുത് ഇനി കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അത് തീർത്തിട്ട് ഒരു 6:30-7 മണിക്കാകുമ്പോൾ ഞാൻ പുറത്തേക്ക് പോകും നടക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഗ്രൗണ്ടിൽ നോക്ക്, കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര വെയിലായി ഇപ്പം, അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് നല്ലത്. പിന്നെ അതാ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുണി മടക്കാൻ നിന്ന്. ഇതാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ബ്ലൗസ്. പക്ഷേ സൈസ് കുറച്ച് ലൂസാണ്. അപ്പം അതിൻ്റെ കുറച്ച് ചെറിയ സൈസ് വാങ്ങിയാൽ മതിയായിരുന്നു. സാരമില്ല, ഇനിയിപ്പം ഏട്ടൻ്റെ സൂചി നൂലൊക്കെ ഉണ്ട് ഇവിടെ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ ബ്ലൗസൊക്കെ വന്ന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ബ്ലൗസാണ്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ 2 സാരി ഓർഡർ ചെയ്തിരിക്കും. ഇവിടെ പ്രോഗ്രാമിനൊക്കെ അധികം സാരിയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ വേറെ 2 സാരിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതാ ബ്ലൗസൊക്കെ നോക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്ന് തുന്നണം, കൈ ഒക്കെ ഒന്ന് തുന്നിയിട്ടെടുക്കണം ചെറുതായിട്ട്, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അതാ അതിൻ്റെ പഫൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഇത് ഞാൻ കുറേ പേര് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ റെഡിമെയ്ഡ് ബ്ലൗസ്, ഈ മോഡൽ. ഹലോ, അപ്പോൾ അതാ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കുകയാണ്. ദോശയാണ് നമുക്കിന്ന്. ദോശയും 2 ടൈപ്പ് ചട്നിയും. കുറേ ഒന്നും നമുക്ക് വീഡിയോ വൈകുന്നേരത്തൊന്നും എടുക്കാൻ പറ്റിയില്ല, നടക്കാൻ പോകുന്നൊന്നും അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ വേറൊരു വീഡിയോയിൽ അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പം പിന്നെ എന്താണ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നത്. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും ടാറ്റ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ.